ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത ആസ്ഥാനത്തെത്തി. അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ച ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ട ഏറെ നിർണായകമാണ്. കന്യാസ്ത്രീകളുടെ ജാമ്യവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. നേതൃത്വം കൃത്യമായ ഇടപെടൽ തന്നെയാണ് നടത്തുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഉറപ്പു നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നുള്ള ഉറപ്പു നൽകിയിരുന്നു. ഈ വിവരങ്ങളൊക്കെയും ധരിപ്പിക്കാൻ തന്നെയാണ് മാർ ആൻഡ്രൂസ് താഴത്തുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്താനെത്തിയത്. അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്തുമായി നിർണായകമായ കൂടിക്കാഴ്ചയാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. അതിരൂപത ആസ്ഥാനത്ത് നേരിട്ടെത്തിയാണ് ബി.ജെ.പി. നേതാക്കളോടൊപ്പം നേരിട്ടെത്തിയാണ് രാജീവ് ചന്ദ്രശേഖർ മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തിയത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 25-ാം തീയതി വെള്ളിയാഴ്ച ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആഗ്രയിൽ നിന്ന് വന്ന ASMI ഗ്രീൻ ഗാർഡൻസിൻ്റെ 2 സിസ്റ്റേഴ്സിനെ ഒരു ബജ്റംഗ് ദൾ ആളുകൾ കൂടുകയും അവരുടെ സ്ഥലത്തേക്ക് ജോലിക്കായി പോയിരുന്ന 3 കുട്ടികളെ അവർ കൊണ്ടുവന്ന ഒരു പുരുഷനെ അടക്കം ഈ 2 സിസ്റ്റേഴ്സിനെയും പുരുഷനെ അറസ്റ്റ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്കുണ്ടായ വേദനകളൊക്കെ ബന്ധപ്പെട്ട അധികാരികളെ ഇപ്പോൾ ഞാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖറിനെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, ഒരാൾ മാത്രമല്ല, നമ്മുടെ MP-യെ, കേന്ദ്രമന്ത്രിയെ, അത് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ ഒപ്പം തന്നെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ എല്ലാവരും പറഞ്ഞു. പിന്നെ ഞങ്ങൾ CBCI ഓഫീസിൽ നിന്ന് എൻ്റെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും അവിടുത്തെ ആർച്ച് ബിഷപ്പാണ്, അവർ വഴി എങ്ങനെ എത്രയും വേഗം റിലീസ് ചെയ്യാൻ സാധിച്ചു. അവരോട് പറഞ്ഞ ഇതാണ്, ഞങ്ങൾക്ക് വലിയ വേദനയും അമർഷവും ഉണ്ട്. കാരണം 2 സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് കുഷ്ഠരോഗികളെ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടി നടന്ന വർഷങ്ങൾ ICC 40 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേദനയും ദുഃഖമുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ഇവരെ ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞു, ഇത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ളതാണ്, മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. ഒപ്പം തന്നെ ക്രൈസ്തവർ ഇന്ത്യയിൽ പലതരത്തിൽ, അത് ഓരോ സ്റ്റേറ്റുകളിലും ഓരോ തരത്തിലാണ്, വിവേചനങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള എത്രയും വേഗം, ഞങ്ങളുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, എത്രയും വേഗം ഈ സിസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും സ്വാതന്ത്ര്യം. അപ്പോൾ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരും രാജീവ് ചന്ദ്രശേഖറാണ് അത് റെസ്പോണ്ട് ചെയ്തത് ആദ്യം. പിന്നെ കോൺഗ്രസ് MP-മാർ, മറ്റു പാർട്ടികളെ MP-മാർ ഒക്കെ റെസ്പോണ്ട് ചെയ്തു. ഞങ്ങൾ അവരായിട്ടൊക്കെ അപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഡൽഹിയിലെ CBCIയുടെ ഓഫീസ് വഴി ഞങ്ങളെല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ 28-ാം തീയതി ഞാൻ ഡൽഹിക്ക് പോകാൻ പറ്റാതെ എറണാകുളത്ത് വെച്ച് ഇതിൻ്റെ വിവരങ്ങളെല്ലാം പത്രസമ്മേളനത്തിന് കൂടെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡ് ആകണം. നീതിയും ഒപ്പം തന്നെ സുരക്ഷിതത്വവും ന്യൂനപക്ഷങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന് ഈ വേഷത്തിൽ നടക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ അവർ ബന്ധപ്പെട്ടവരെല്ലാവരും അറിയിച്ചു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ കാണാനായിട്ട് വന്നപ്പോൾ വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഈ നടന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനാണ് വന്നത്. അത് രാജീവ് തന്നെ പറയും. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇതിന് വേണ്ടി ചെയ്ത എല്ലാ രാഷ്ട്രീയം, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, ഞങ്ങൾക്ക് ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലയിൽ ജീവിക്കാനും സ്വാതന്ത്ര്യം കിട്ടണം. ഓരോ രാജ്യത്തെയും ഓരോ സംസ്ഥാന നിയമങ്ങൾ പാലിക്കണം തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. അതിനനുസരിച്ച് ഞങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്കുള്ള, പ്രത്യേകിച്ചും ഞങ്ങൾക്കൊരു വിഷമമുള്ളത്, ഇന്നു മുതൽ തുടങ്ങിയതല്ല, കുറേ നാളുകളായി തന്നെ ഈ ക്രിസ്ത്യൻസിനെതിരെ ആക്രമണങ്ങളുണ്ട്. അത് കുറച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ അറിയിച്ചു. ഞാൻ ഇപ്പോൾ രാജീവിനോട് അതും പറഞ്ഞു, ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സുരക്ഷിതത്വം സംരക്ഷണം കിട്ടണം.
അതിനേക്കാൾ അവർ നീതി നടപ്പാക്കണം. ഇപ്പോൾ ഞങ്ങളുടെ ആഗ്രഹം ഇത് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തത് നീതി അവരൊരു തെറ്റും ചെയ്തിട്ടില്ല. ശ്രീ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ സിസ്റ്റേഴ്സ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവരോട് ഈ അവിടെ ജോലിക്ക് ആശുപത്രിയിൽ ജോലിക്ക് ആളെ വേണമെന്ന് പറഞ്ഞു. അവിടെ ജോലി ചെയ്യുന്നൊരു സ്ത്രീ തന്നെ ഞങ്ങൾ 3 പേരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവരുടെ ബന്ധുവായിട്ടുള്ള ഒരു പുരുഷൻ്റെ കൂടെ അവർ വരുന്നു. ഇത്രയേ ഉള്ളൂ, ബാക്കി ഒന്നുമില്ല. ഈ കുട്ടികളെ കാണുന്നത് തന്നെ ഈ ഇവർ ബഹളം വെച്ചത് കഴിഞ്ഞിട്ട് ആ കുട്ടികൾ കൊണ്ടുവരുന്നു. എല്ലാവരുടെ കൂട്ടത്തിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ആദ്യമായിട്ട് കാണുന്നത് കുട്ടികളുടെ പ്രായപൂർത്തിയില്ല. അവരെല്ലാവരും പ്രായപൂർത്തിയായിട്ടുള്ളവരാണ്. അവർ കാത്തലിക്സ് അല്ല, പക്ഷേ ക്രൈസ്തവരാണ്. അതാണ് എനിക്ക് മനസ്സിലായത്. അത് അങ്ങനെ തന്നെയാണ് അവർ എനിക്ക് ഇത് ആദ്യം തന്നെ വിളിച്ചത് അവിടുത്തെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ സിസ്റ്റേഴ്സ് വിളിച്ചപ്പോഴാണ് അത് ഞാൻ പാലയിൽ ഒരു മീറ്റിങ്ങിന് പോകണ നേരത്താണ്. അവിടെ ഞാൻ പാലയിൽ പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് മാധ്യമ പ്രവർത്തകരോടും നന്ദിയുണ്ട്. കാരണം നിങ്ങൾ ഈ വിഷയം പൊതുസമൂഹത്തിൽ കൊണ്ടുവരികയും ഈ സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡ് ആകാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ആക്രമണങ്ങൾ ഇതില്ലാതിരിക്കാൻ എല്ലാവരും. അപ്പോൾ ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ട് രാജീവിനോട് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോട്, ഹോം മിനിസ്റ്ററോട് അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോട് പറയുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയേണ്ടത് ആദ്യം തന്നെ ഭരിക്കുന്നവരോടാണ്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്ററും കൂടി അവർ നടത്തുന്ന കാര്യങ്ങൾ ബ്രീഫ് ചെയ്യാനോ വന്നാൽ ആ വിവരം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നിങ്ങളോട് പറയും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അവരുടേതായ രീതിയിൽ ചെയ്യും. അത്രയേ ഉള്ളൂ. രാജീവ് ഇനിയുള്ള കാര്യങ്ങൾ രാജീവ് നിങ്ങളോട് പറയും. കാരണം എനിക്കിത് പറയാനുള്ളൂ. വേറെ നിങ്ങൾ ചോദ്യങ്ങൾ ഒരു ചോദിച്ച് എനിക്ക് ഇതിലും വിട്ടുള്ളൂ പറയാൻ. ഓക്കെ, ഇന്ന് തന്നെ കിട്ടണമെന്നാണ് ആഗ്രഹം. ചിലപ്പോൾ നിയമത്തിൻ്റെ വല്ല തടസ്സങ്ങളുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അതാണ് ശ്രമിക്കുന്നുണ്ടെന്ന് രാജ്യം ഇന്ന് തന്നെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി നിയമത്തിൻ്റെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ വൈകുകയാണെങ്കിലും എന്തായാലും അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. ഇനി രാജീവ് പറയും. അപ്പോൾ ഞാൻ അപ്പോൾ പിതാവ് പറഞ്ഞ പോലെ ഒരു 6-7 ദിവസം മുമ്പ് എന്നെ പിതാവ് വിളിച്ചു, CBCI വിളിച്ചു. ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ച് സഹായിക്കണം എന്ന് പറഞ്ഞു. ഒരു 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 റിക്വസ്റ്റ് ഞങ്ങളുടെ അടുത്ത് എത്തി. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ അതിനെ പരിഹരിക്കാനും ആ ഇഷ്യൂവിനെ സോൾവ് ചെയ്യാനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പിതാവ് പറഞ്ഞ പോലെ മിഞ്ഞാന്ന് ഞാൻ പ്രൈം മിനിസ്റ്ററിൻ്റെ ഒപ്പം ഇരുന്നു. അദ്ദേഹം ഉറപ്പ് തന്നു ഇവർക്ക് ജാമ്യം കിട്ടും, കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടും. സംസ്ഥാന സർക്കാർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല എന്ന് എനിക്ക് പ്രൈം മിനിസ്റ്ററും ഹോം മിനിസ്റ്റർ അമിത്ഷാജിയും പറഞ്ഞു. ഇന്നലെ അദ്ദേഹം ഓപ്പോസിഷൻ MPസിനോടും അതുതന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നടക്കട്ടെ. എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ പാടില്ല. ഞങ്ങൾ ഇത് രാഷ്ട്രീയമായിട്ട് കാണുന്നില്ല. ജനങ്ങൾ സഹായിക്കണമെന്ന് പറഞ്ഞാൽ പാർട്ടി ഇറങ്ങും, സഹായിക്കും. അത് മതം നോക്കിയിട്ടോ വോട്ട് നോക്കിയിട്ടോ രാഷ്ട്രീയം നോക്കിയിട്ടല്ല ഞങ്ങൾ അത് ചെയ്യുന്നത്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ 2 വാക്ക് പറയും. എന്താണ് അവിടെ നടന്നത്? ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് ഇങ്ങനത്തെ സ്റ്റേറ്റ്സ് എല്ലാം കുറച്ചൊരു സെൻസിറ്റീവ് സ്റ്റേറ്റ്സാണ്. ഈ കൺവേർഷനും ഈ ട്രാഫിക്കിങ്ങിനെ കുറിച്ച് ഒരു സെൻസിറ്റീവ് സ്റ്റേറ്റ്സാണ്. അവിടെ ഛത്തീസ്ഗഡ് നമുക്ക് എല്ലാവർക്കും അറിയാം, 1967 അവിടെ പാസ് ചെയ്തൊരു ബില്ലുണ്ട്, ആൻറ്റി കൺവേർഷൻ ബിൽ. അത് BJP വരുന്ന മുമ്പ് BJP 1980 ഫോം ചെയ്തത്. അതൊരു പഴയ ബില്ലാണ്. അവിടെ അതൊരു നിയമമാണ്. അത് നിയമം പാലിക്കണം എന്നാണ് അവിടുത്തെ സർക്കാരിൻ്റെ ഒരു ആഗ്രഹം, അവരുടെ ഒരു റിക്വയർമെൻറ്റ്. അതുകൊണ്ട് പിന്നെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് പ്രകാരം അവിടുന്ന് പോകുന്ന കുട്ടികളോ ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിൽ പോവുകയാണെങ്കിലും അവർ ആ പോർട്ടിൽ രജിസ്റ്റർ ചെയ്യണം. അത് കുറച്ചൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് നടന്നില്ല. അതുകൊണ്ടാണ് പോലീസ് ചെയ്തത്. ഇനി വരാൻ പോകുന്നത് ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർക്ക് ജാമ്യം നൽകുക. അത് ഞാൻ പറഞ്ഞ പോലെ സംസ്ഥാന സർക്കാർ അത് ജാമ്യം ഒപ്പോസ് ചെയ്യില്ല, പോലീസ് അത് ഒപ്പോസ് ചെയ്യില്ല എന്ന് ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മുടെ യൂണിയൻ ഹോം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വിശ്വാസമുണ്ട് ഇത് വേഗം നടക്കും.
ഞാനൊരു എന്നോട് ടൈം ലൈൻ ഒന്നും ചോദിക്കരുത്. കാരണം നമ്മൾ മിഞ്ഞാന്ന് കണ്ടതാണ്, ഒരു ഡിസ്ട്രിക്ട് കോർട്ട്, സെഷൻസ് കോർട്ടിൽ പുറത്ത് ഈ ക്രൗഡെല്ലാം കണ്ടിട്ട് ജഡ്ജ് തന്നെ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇല്ല. അപ്പോൾ ഇത് ഒരു സെൻസിറ്റീവ് മാറ്ററാണെന്ന് ഞാൻ ഇന്നലെ അഭ്യർത്ഥിച്ചു, മിഞ്ഞാന്നും പറഞ്ഞു. ഇതിനെ രാഷ്ട്രീയ നാടകമായിട്ട് മാറ്റരുത്. ചിലർ ഇവിടുന്ന് പോയിട്ട് അവിടെ ചെയ്യുന്നുണ്ട്, ജയിലിൻ്റെ മുമ്പ് പോയി നാടകം ചെയ്യുക. ഇതൊന്നും ഒരു ആവശ്യമില്ല. കന്യാസ്ത്രീമാരുടെ വിഷമങ്ങളും കഷ്ടങ്ങളും പരിഹരിക്കാൻ ഒരു നീതി, ഒരു നിയമപര ഒരു പ്രോസസ്സ് ഉണ്ട്. അത് നടക്കണം. അതിനെ കോംപ്രമൈസ് ചെയ്തതാണ് ഞാൻ ഇന്നലെ മിഞ്ഞാന്ന് അഭ്യർത്ഥിച്ചത്. അത് മറ്റൊരു കേൾക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, ഞാൻ കഴിയട്ടെ. അപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പിതാവിനെ ഞാൻ ഇപ്പോൾ വന്നത് ബ്രീഫ് ചെയ്യാനാണ്. പ്രൈം മിനിസ്റ്റർ പറഞ്ഞ ഉറപ്പും ഹോം മിനിസ്റ്റർ തന്ന ഉറപ്പിനെ കുറച്ച് ബ്രീഫ് ചെയ്തു. ഇനി അത് അവർ വരുന്നവരെ ഞങ്ങൾ അവിടെ അവരുടെ ഒപ്പം കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കുട്ടികളെന്ന് പറയുന്നവരെ ബജറംഗ് ദളിന്റെ പ്രവർത്തകർ നിർബന്ധിതമായിട്ട് ഇവർക്കെതിരെ മൊഴി കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു ദേശീയ മാധ്യമം വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. ഈ ബജറംഗ് ദൾ ഉൾപ്പെടെയുള്ള ഹിന്ദുത്വ ശക്തികൾ ഇത്തരത്തിൽ പ്രഷർ ചെയ്തപ്പോൾ നമ്മളെങ്ങനെ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയാൻ പറ്റുമോ? അല്ലല്ല, അത് പോലീസാണല്ലോ അറസ്റ്റ് ചെയ്തത്. Warrior Shirts and Maurya Vastra Ethnic Collections. Warrior for the warriors of life. കണ്ടിട്ടുണ്ടല്ലോ, ഇതൊരു പുതിയൊരു സംവിധാനമൊന്നുമല്ല, ഒരു പുതിയൊരു എഫർട്ടൊന്നുമല്ല. അവിടെ നീതിയുണ്ട്. നീതി നിയമങ്ങൾ അവിടെ നടപ്പിലാക്കണം, നിയമങ്ങൾ പാലിക്കണം. അവരുടെ റിക്വയർമെൻറ്റ്. അതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് അല്ലേ, അതാണ് ആഗ്രഹം. അവർ നിർബന്ധിക്കുന്നു. പോലീസ് അവരോട് ചോദിച്ചപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഈ പോർട്ടലിൽ ഇല്ല എന്ന് കണ്ടപ്പോൾ അവർ ഒരു കേസ് ഫയൽ ചെയ്തു, ഒരു നോൺ ബെയിലബിൾ കേസ് ഫയൽ ചെയ്തു. അത് അല്ല, ഇതിൻ്റെ ഞാനേ പോലീസിൻ്റെ നോക്കുന്നു. അല്ലല്ല, ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഇതെല്ലാം ഒരു ജുഡീഷ്യൽ പ്രോസസ്സ് വഴി അവർ മുമ്പോട്ട് വയ്ക്കും, അവരെ ലോയേഴ്സ് മുമ്പോട്ട് വയ്ക്കും. നമ്മളൊരു ജുഡീഷ്യൽ പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്, സംസ്ഥാന സർക്കാർ ഉറപ്പ് തന്നിട്ടുണ്ട്, ഹോം മിനിസ്റ്ററും പ്രൈം മിനിസ്റ്ററും ഉറപ്പ് തന്നിട്ടുണ്ട്, സംസ്ഥാന സർക്കാർ അവർ ജാമ്യം ഒപ്പോസ് ചെയ്യില്ല, പോലീസ് ഒപ്പോസ് ചെയ്യില്ല. ഇതൊരു പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ ആണ്, മനസ്സിലാക്കണം. പാലിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഒരു സെഷൻ കോർട്ടിൽ അപ്പീൽ പോയപ്പോൾ ആ സെഷൻസ് കോർട്ടിൽ ഒരു ചർച്ചയും നടന്നില്ല. സെഷൻസ് കോർട്ടിൻ്റെ പുറത്ത് ഒരു മോബ് കളക്ട് ചെയ്തപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാനൊരു എക്സ്പെർട്ടൊന്നുമല്ല, ജഡ്ജ് പറഞ്ഞു എനിക്ക് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ജൂറിസ്ഡിക്ഷൻ ഇല്ല, മറ്റൊരു കോർട്ടിൽ പോകണം. അതുകൊണ്ട് ഇതുവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുവരെ ആ അപ്പീലിൻ്റെ ഹിയറിംഗ് ഇതുവരെ നടന്നിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, അവിടെ പോയി ചെയ്ത നാടകം, ജയിലിൻ്റെ മുമ്പിൽ പോയി ചെയ്ത നാടകം മറ്റൊരു പാർട്ടീനെ ഇൻസൈറ്റ് ചെയ്തിട്ട് അവർ ഒരു കോൺഫ്രണ്ടേഷനിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ജഡ്ജ് പറഞ്ഞു എനിക്ക് ഇതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇല്ല, മറ്റൊരു കോർട്ടിൽ പോകണം. അതായത് ഈ 3 പേരും ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട ആളുകളാണെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ കൺവേർഷൻ ഇല്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ഈ ട്രാഫിക്കിംഗ് വെച്ച് കേസ് എടുത്തത്? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഏതെങ്കിലും ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലോ അവിടെ ജോലിക്ക് പോകുന്ന ആളുകളെ ഇതേപോലെ രജിസ്റ്റർ ചെയ്യുന്നുണ്ടോ, ഈ പോർട്ടലിൽ കയറി ചെയ്യുന്നുണ്ടോ? 2013 ഛത്തീസ്ഗഡ് അസംബ്ലി പാസ് ചെയ്ത ലോ ആണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട്. അതുപ്രകാരം ഒരു ജില്ലയിൽ നിന്ന് മറ്റേ ജില്ലയിൽ പോവുകയാണെങ്കിലും സംസ്ഥാനത്ത് നിന്ന് പുറത്ത് പോവുകയാണെങ്കിൽ അവിടെ ആ പോർട്ടിൽ രജിസ്റ്റർ ചെയ്യണം. അതാണ് അവരുടെ നിയമം. അത് നിയമം പാലിച്ചില്ല എന്നാൽ പോലീസ് കേസ് ഫയൽ ചെയ്യും. ഒരു കൺവേർഷൻ എന്നുള്ളൊരു ആംഗിൾ ഇല്ല. അല്ല, കൺവേർഷൻ്റെ ലോ ആണ് ആൻറ്റി കൺവേർഷൻ ലോ 1967. ഇത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് റെഗുലേഷൻ ആക്ട് 2013. ഇത് ട്രാഫിക്കിംഗ്, ക്രോസ് ബോർഡർ ക്രോസ് ഡിസ്ട്രിക്ട് ട്രാഫിക്കിങ്ങിനെ കുറിച്ച് റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ആക്ടാണ്. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ അവരെ എത്തി കാണുന്നത് നാടകമായിട്ടാണ് കാണുന്നത്. ഞാൻ കാണുന്നത് കൃത്യമായിട്ട് നാടകമാണ്. ആ ജയിലിന് പുറത്ത് പോയിട്ട് ഒരു റെസ്പോൺസിബിൾ അവരെ സഹായിക്കുകയാണെങ്കിൽ അവരെ പോയി ലോയർ സഹായിക്കുക, അല്ലെങ്കിൽ അവരെ കേസിന് വേണ്ടി അവർക്കൊരു സജഷൻ കൊടുക്കുക, അതല്ലേ ചെയ്യേണ്ടത്. ജയിലിന് മുമ്പിൽ പോയിട്ട് കോർട്ടിന് മുമ്പ് പോയിട്ട് സമരം ചെയ്താൽ എന്താ, ആർക്കാ ഗുണം? ഞാനങ്ങനെ കാണുന്നത്. അതെൻ്റെ വ്യൂ ആണ്, അതെൻ്റെ പേഴ്സണൽ വ്യൂ ആണ്. നിങ്ങൾക്ക് ആര്? ഇല്ല, ഞാനിവിടെ ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ വന്നതല്ലേ.
ഇനി അങ്ങോട്ട് അയക്കണോ? അല്ല, ഇപ്പോൾ ഒറ്റ കാര്യം. ഈ ജാർഖണ്ഡ് ഷോൺ ജോർജ് ഇന്നലെ രാത്രി പോയിട്ടുണ്ട്. ഷോൺ ജോർജ് അവിടെ എത്തിയിട്ടുണ്ട്. ഷോൺ ജോർജ് അനൂപും കൂടെയാണ് അവരുടെ പ്രോഗ്രാം ആയിരുന്നു. പക്ഷേ ഷോൺ ജോർജിൻ്റെ അച്ഛൻ PC ജോർജ് സാറിന് സുഖം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇന്നലെ ഷോൺ ജോർജ് അവിടെ പോയി. ഈ ഒരു വിഷയത്തിൽ ഇത്രയും ഇടപെട്ടല്ലോ. ഈ കന്യാസ്ത്രീകൾ ഈ മൂന്ന് യുവതികളെ എവിടേക്ക് കൊണ്ടുവരുന്നത്, എന്താണ് ഇതിൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട ബജരംഗത്തിൽ പറയുന്നത്? ഞാനിങ്ങനെ അത് നിങ്ങളുടെ ജോബാണ് ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ. എൻ്റെ ലക്ഷ്യം, ഞങ്ങളുടെ പാർട്ടീൻ്റെ ലക്ഷ്യം, സഭ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് ജാമ്യം ലഭിക്കുക, അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ മുമ്പിൽ അതിൻ്റെ പിന്നിൽ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷനും ഞാൻ ചെയ്യാൻ പോകുന്നില്ല. എനിക്കും ഞങ്ങളുടെ സർക്കാർ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കും ഞങ്ങളുടെ പാർട്ടിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ഒരു ലക്ഷ്യമാണ് ഇവർക്ക് ജാമ്യം നൽകുക. അവർ ഈ കോർട്ട് പ്രോസസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ഇറങ്ങി മടങ്ങി വീട്ടിൽ അതിനെക്കുറിച്ച് ഞാൻ വലിയ എക്സ്പേർട്ടൊന്നുമല്ല. അതിനുവേണ്ടി കോൺഗ്രസ്സുകാരുണ്ടല്ലോ. പിതാവുമായിട്ടുള്ള കൂടിക്കാഴ്ച ഡാമേജ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രോസസ്സാണോ? നോക്കൂ, ഇതെല്ലാം നിങ്ങൾ വെറുതെ തെറ്റിദ്ധാരണ ഒന്നും ഉണ്ടാക്കരുത്. ഞാൻ ആര് എന്നെ വിളിച്ചാലും, ഏത് സമുദായം ആരാണെങ്കിലും ഞങ്ങൾ അവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നൊരു പാർട്ടിയാണ്. അത് ഞങ്ങളുടെ DNA ആണ്. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ പ്രിസമിൽ കൂടെ നോക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. ഇനിയിപ്പോൾ നാളെ നിങ്ങൾ എന്നോട് വിളിച്ച് ചോദിച്ചാൽ നിങ്ങളെയും സഹായിക്കും. ഈ ക്രൈസ്തവ സഭകളും സഭാ നേതാക്കളും പറയുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട്, ഇനിയും അത് ആവർത്തിക്കുമെന്നുള്ളതാണ്. ആശങ്കകളെ എങ്ങനെയാണ് ഈ 140 കോടി ജനങ്ങൾ ഉള്ളൊരു രാജ്യത്തിൽ ക്രൈം ഉണ്ടാവുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ആരും കൊടുക്കുന്നില്ല. അതിങ്ങനെ നടക്കും. നമ്മളിപ്പോൾ 22 ഇവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടില്ലേ ട്രാഫിക്കിംഗ്. അപ്പോൾ അതെല്ലാം നടക്കുന്ന കാര്യങ്ങളാണ്. അതിനല്ലേ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. എല്ലാ സ്റ്റേറ്റ് നിയമങ്ങൾ ഉണ്ടാക്കുന്നു, അവരുടെ പോലീസ് എൻഫോഴ്സ് ചെയ്യുന്നു. ഓക്കെ, നമസ്കാരം. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളാണ് നടന്നിരിക്കുന്നത്. BJPയുടെ നേതൃത്വത്തിൽ സുതാര്യമായ രീതിയിലുള്ള ഇടപെടൽ, മതം നോക്കിയല്ല, ജാതി നോക്കിയല്ല, രാഷ്ട്രീയം നോക്കിയല്ല, നീതി ഉറപ്പാക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് BJP നേതൃത്വം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി.